മൂത്രത്തിലെ അണുബാധ തടയാം. Ethnic Health Code in Public Interest. ഇന്ന് മിക്ക സ്ത്രീകളിലും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ അണുബാധ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായി കണ്ടുവരുന്നത്. എന്താണിതിന്റെ കാരണം? എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീക്ക് മൂത്രനാളത്തിന്റെ നീളം അല്പം കുറവാണ്. കൂടാതെ മൂത്രനാളത്തിന്റെ വളരെ അടുത്തു തന്നെ യോനിനാളവും മലദ്വാരവും ഉള്ളത് ഈ ഭാഗത്തെ അണുകളുടെ വിളനിലമാക്കുന്നു. സ്ത്രീ ശരീരത്തിൽ ആർക്കും ഒരു ഉപദ്രവവും കൂടാതെ ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കുന്ന മൂത്രനാളത്തിലേക്ക് അണുക്കൾ കടന്നു കയറുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. യഥാസമയം മൂത്രമൊഴിക്കാതെ അധികം സമയം മൂത്രാശയത്തിൽ കെട്ടിനിൽക്കുന്നത് അണുക്കൾ വളരാനുള്ള സാഹചര്യം ഒരുക്കുന്നു. ലൈംഗിക ബന്ധ സമയത്തുള്ള വൃത്തിഹീനത, മലവിസർജനത്തിനു ശേഷം പിന്നിൽ നിന്ന് മുന്നിലേക്ക് വൃത്തിയാക്കുന്നത്, ഗർഭാവസ്ഥ, പ്രമേഹം, ആർത്തവ വിരാമത്തിനു ശേഷം ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ അഭാവം, ഏതെങ്കിലും രോഗം കാരണമോ മൂത്രമൊഴിക്കുന്നതിലെ അപാകതകൾ കാരണമോ കത്തീറ്റർ ഇടേണ്ടി വരുമ്പോൾ, മൂത്രാശയത്തിലോ കിഡ്നിയിലോ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, അതായത് കല്ല്, മറ്റു വളർച്ചകൾ, മൂത്രനാളത്തിന്റെ വ്യാസം കുറയ്ക്കുന്ന അവസ്ഥകൾ. ഇത്തരത്തിൽ വലിഞ്ഞു കയറുന്ന ബാക്ടീരിയകൾ ഒന്നും രണ്ടും തരമല്ല. പ്രധാനമായും ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത കൈകൾ ഈക്കളായി, ക്ലബ്സിയല, സ്യൂഡോമോണസ് തുടങ്ങിയവരുടെ വിവിധതരം വർഗങ്ങളാണ്. ഇതിൽ ഓരോ അണുബാധയും എത്രത്തോളം ഭീകരമാകുമെന്ന് നിശ്ചയിക്കുന്നത് 3 കാര്യങ്ങളാണ്: രോഗിയുടെ പ്രതിരോധശേഷി, രോഗാണുവിന്റെ രോഗജന്യശേഷി, രോഗം ജനിപ്പിക്കാനുള്ള സാഹചര്യങ്ങളുടെ സാന്നിധ്യം എന്നിവയാണിത്. പ്രതിരോധശേഷി പൊതുവെ കുറഞ്ഞ വ്യക്തികൾക്ക് വഴിയെ പോകുന്ന ഏത് ബാക്ടീരിയയും മൂത്രത്തിൽ അണുബാധ ഉണ്ടാക്കാം. പ്രമേഹ രോഗികളിലും ഗർഭിണികളിലും പ്രധാനമായും ഇതാണ് സംഭവിക്കുന്നത്. മൂത്രത്തിലൂടെ വരുന്ന പഞ്ചസാരയുടെ അംശം തിന്നു ബാക്ടീരിയ അവിടെ തന്നെ കുട്ടിയും കുടുംബവുമായി കൂടാൻ തീരുമാനിക്കുന്നത് ഇടയ്ക്കിടെയുള്ള യൂറിനറി ഇൻഫെക്ഷനായി ഭവിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഇടയ്ക്കിടെ ആശുപത്രിവാസമാണ് വിധിയെങ്കിൽ ഗർഭിണികൾക്ക് മാസം തികയാതെയുള്ള പ്രസവം ഉൾപ്പെടെ പല ദുരന്തങ്ങളും വന്നു ഭവിക്കാം. ഗർഭാവസ്ഥയിൽ മൂത്രത്തിലെ അണുബാധ ചെറുതായി കാണരുത്. പ്രമേഹ രോഗികൾക്ക് പ്രമേഹ നിയന്ത്രണം കൊണ്ടുതന്നെ ആശ്വാസം ലഭിക്കും. ഇനി പറയുന്നത് മൂത്രത്തിൽ അണുബാധ ഉണ്ടായതിന്റെ പ്രധാന ലക്ഷണങ്ങളെക്കുറിച്ചാണ്. മൂത്രമൊഴിക്കുമ്പോൾ ഉള്ള നീറ്റലും പുകച്ചിലും, ഇടയ്ക്കിടെയുള്ള മൂത്രശങ്ക, അടിവയറ്റിലും നടുവിനും ചുറ്റുമുള്ള വേദന, വിറയലോട് കൂടിയ പനി, ഓക്കാനവും ഛർദിയും എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ ഇല്ലാത്ത അവസ്ഥ ചികിത്സ വേണ്ടാത്ത ഒന്നല്ല, പ്രത്യേകിച്ച് ഗർഭിണികളിൽ. ഇവ തടയാൻ എന്തൊക്കെ ചെയ്യണം? വ്യക്തി ശുചിത്വം പാലിക്കുക. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ ഇതിന്റെ അളവ് കൂട്ടുന്നത് നല്ലത്. മൂത്രമൊഴിക്കണമെന്ന് തോന്നിയാൽ പിടിച്ചു വെക്കാതെ ഉടൻ മൂത്രമൊഴിക്കാൻ ശ്രമിക്കുക. അടിവസ്ത്രങ്ങൾ ദിവസവും 2 നേരം മാറ്റാൻ ശ്രമിക്കുക. ടോയ്ലറ്റിൽ ശരിയായ ശുചിത്വം പാലിക്കുക. ഈ വിലപ്പെട്ട അറിവ് പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.